ആറ്റുകാൽ പൊങ്കാലക്കൊരുങ്ങി തലസ്ഥാനം. പൊങ്കാലക്കായി കേരള പോലീസിന്റെ ടീമും സജ്ജമായി കഴിഞ്ഞു. 4000-ഓളം പോലീസുകാരെയാണ് പൊങ്കാലക്കായി മാത്രം വിന്യസിച്ചിരിക്കുന്നത്. സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തലസ്ഥാന നഗരി ഉത്സവാഘോഷങ്ങളിലാണ്. ആറ്റുകാൽ ദേവീക്ഷേത്ര ഉത്സവവും പൊങ്കാലയും ഒക്കെ അടുത്തതോടുകൂടി തലസ്ഥാന നഗരി അതിൻ്റെ ആ ഒരു തിരക്കിലൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തജനങ്ങളാണ് ദേവിയെ കണ്ട് ദർശനം നടത്തുന്നതിനായി ഒഴുകിയെത്തുന്നത്. ഇവരെയൊക്കെ നിയന്ത്രിച്ച് എല്ലാവർക്കും കൃത്യസമയത്ത് ദർശനം നടത്തി പോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മാഡം ഇവിടെ ഉണ്ട്. മാഡം, വലിയ രീതിയിലുള്ള തിരക്കാണ് ഉത്സവവും പൊങ്കാലയൊക്കെ ആയിട്ട് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഈ സമയത്ത് ദർശനം നടത്തി വിടാനും ഒക്കെ സജ്ജീകരണങ്ങളൊക്കെ നിങ്ങളാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? നല്ല സജ്ജീകരണങ്ങൾ നമ്മളെ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് സോപാനത്തിൽ ഡ്യൂട്ടി കിട്ടുന്നത്. വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു ഡ്യൂട്ടിയാണ്. ഞാൻ നെക്സ്റ്റ് ഡ്യൂട്ടിക്ക് കയറാനായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ നല്ല സ്ത്രീ ജനങ്ങളൊക്കെ ഇങ്ങനെ പൊങ്കാല ഇടാൻ വേണ്ടി എത്തി നിൽക്കുമ്പോൾ പൊങ്കാല ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ടോ? വിഷമം അല്ല, പൊങ്കാല ഇടാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ ഡ്യൂട്ടി ആയത് കാരണം നമുക്കത് എന്നാലും ഇത് പങ്കെടുക്കുക എന്നുള്ള വളരെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രം 4000-ഓളം പോലീസുകാരെയാണ് ക്ഷേത്ര പരിസരത്തും നഗരത്തിലുമായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. ഇത് ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള പോലീസ് കൺട്രോൾ റൂമാണ്. ഇവിടെ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കാം. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 17-ാം തീയതി തുടങ്ങുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫേസ് 1 ക്രമീകരണങ്ങളും ഇപ്പോൾ ഇന്നേ മുതൽ ഫേസ് 2 ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് 2 ടേണുകളിലായിട്ട് ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടിക്ക് വേണ്ടി വിന്യസിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ വലിയ രീതിയിലേക്കുള്ള ഭക്തജന തിരക്ക് സിറ്റിയിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ സിറ്റിയിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഡൈവേർഷൻ പോയിന്റുകൾ, ഏതൊക്കെയാണ് പൊങ്കാലയ്ക്ക് വേണ്ടി അനുചിതമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന റോഡുകൾ, വാഹന ഗതാഗതം മാത്രം അലോ ചെയ്തിരിക്കുന്ന റോഡുകൾ ഏതാണ്, പൊങ്കാല മാത്രം അലോ ചെയ്തിരിക്കുന്ന റോഡുകൾ ഏതാണ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാറ്റഗറൈസേഷൻ സിറ്റി പോലീസിൻ്റെ സോഷ്യൽ മീഡിയ സെല്ലുകൾ വഴിയും മീഡിയ വഴിയൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ട്രാഫിക് ഡൈവേർഷൻ പോയിന്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ രീതിയിലേക്കുള്ള ക്രൗഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കിടയിലേക്കുള്ള പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള പ്രസൻസ് ഉറപ്പുവരുത്താനായിട്ട് ഓരോ സെക്ടറുകൾ തിരിച്ചു വ്യത്യസ്തങ്ങളായിട്ടുള്ള സെക്ടറുകൾ സോണുകളൊക്കെ തരംതിരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ യൂണിഫോമുള്ള ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ തന്നെ മഫ്തി പോലീസിനും കൂടെ നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോട്ടേഴ്സ്, ഷാഡോ ടീം തുടങ്ങിയ ആൾക്കാരുടെ സേവനം കൂടി ഈ സ്നാച്ചിങ് പോലുള്ളവ പ്രിവെൻറ്റ് ചെയ്യുന്നവരും അത്തരത്തിലുള്ള ഇൻറ്റൻഷനുമായി വരുന്ന ആൾക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം നമ്മളിപ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ബിലോങ്ങിങ്സ് അത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം. അതിൻ്റെ അഡീഷണൽ ലെയർ എന്ന രീതിയിൽ ഒരുപാട് ക്യാമറകൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. ആറ്റുകാൽ അമ്പലത്തിലേക്കുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വഴിയോരങ്ങളിലും അതുപോലെ പ്രധാനപ്പെട്ട എൻട്രി പോയിന്റുകളും എക്സിറ്റ് പോയിന്റുകളൊക്കെയുള്ള ക്യാമറ ഫെസിലിറ്റി, ആ ക്യാമറകൾ കൃത്യമായി വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഏരിയ തരംതിരിച്ചുകൊണ്ട് അവർ കൃത്യമായ ഇതിൽ കാണുകയും ഏതെങ്കിലും തരത്തിൽ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രമാണോ 4000 പോലീസുകാർ, അതോ ഉത്സവത്തിന് മൊത്തത്തിൽ 4000 പോലീസുകാർ? പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 25-ാം തീയതി, അത് ഇന്ന് രാവിലെ മുതലാണ് 4000 പോലീസുകാരുടെ ഡ്യൂട്ടി. അതർവൈസ് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഏകദേശം 750-ഓളം പേരുടെ ഒരു സ്കീം നമ്മൾ കഴിഞ്ഞ 17-ാം തീയതി മുതൽ 750-ഓളം പോലീസുകാർ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പൊങ്കാലയോടനുബന്ധിച്ച് കൂടുതലായിട്ടുള്ള തിരക്കുകൾ അനുഭവപ്പെടുന്ന നാളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലേക്കുള്ള പോലീസ് വിന്യാസം പല തരത്തിലുള്ള ഡ്യൂട്ടികൾ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തിരക്കൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും റെഡിയാണ്, ഒരുക്കി കഴിഞ്ഞു. എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായി ജനങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട റോഡുകൾ, അതായത് നോ പാർക്കിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒരു കാരണവശാലും വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ഒരാളുടെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു പാർക്കിംഗ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടേക്കുള്ള റോഡ് ഗതാഗതത്തിൽ വലിയ രീതിയിൽ തടസ്സങ്ങളുണ്ടാവും. സോ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത കുരുക്ക് വളരെയധികം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പൊങ്കാല കഴിഞ്ഞ് കൂടുതലായിട്ടുള്ള ആൾക്കാർ സിറ്റിയുടെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലേക്കുള്ള റഷ് ഇല്ലാതെ വലിയ തരത്തിലേക്കുള്ള ട്രാഫിക് കൺജഷൻ പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരള പോലീസിന്റെ ടീം ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സജ്ജമാണ്. ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.